വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലീനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എഴുതി എടുത്തായിരുന്നോ? പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഇച്ചിരി ചോദിക്കുമെന്നുണ്ടായിരുന്നു അല്ലേ. പാഠത്തിൻ്റെ പേരെന്താവും ഞങ്ങളെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്നാണ് കേട്ടോ. അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. അപ്പോൾ എന്താണ് ഈ പ്രഷർ? നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എന്നാലും ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ അതുകൂടെ ഓടിച്ചിട്ടൊന്ന് പറയാം. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർലി പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത്. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർലി കേട്ടോ പെർ യൂണിറ്റ് ഏരിയ. ഒന്നാമത്തെ. രണ്ടാമത്തെ നമ്മുടെ പേജ് നമ്പർ 39 താറാവിനെ കുറിച്ച് നിങ്ങളുടെ പടത്തിൽ കണ്ട ഇതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഞാൻ അത് പറഞ്ഞതാ. എന്നാലും നോക്കിയേ, മത്സരത്തിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഹൂ വിൽ വിൻ ദ റേസ്? റൈറ്റ് യുവർ ഒപ്പീനിയൻ. വാട്ട് കുഡ് ബി ദ റീസൺസ്? ദ ഡക്ക് വിൽ വിൻ ദ റേസ്. അവിടെ ആരാ മത്സരത്തിൽ? താറാവാണ് ജയിച്ചത്. നമ്മളത് പറഞ്ഞതാവും നിങ്ങളെ, എന്നാലും ഓടിച്ചിട്ട് അങ്ങ് പറയുക കേട്ടോ. ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡക്ക് ഹാസ് വെബ്ഡ് ഫ്ലാറ്റ് ഫീറ്റ് ആസ് ദ സർഫസ് ഏരിയ ഈസ് ഗ്രേറ്റർ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി വിൽ ബി ലെസ്. So it will be easy to walk along the mud without sinking. മനസ്സിലാക്കണേ നിങ്ങൾ. ഞാൻ ഓരോ വാക്കുകളും എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വാക്കുകളൊക്കെ നല്ലപോലെ നോക്കണേ. ദ സർഫസ് ഏരിയ ഓഫ് ദ ഫീറ്റ് ഓഫ് എ ഹെൻ ഈസ് ലെസ്. So the pressure exerted on the mud due to the weight of the body will be greater. So the feet sink on the mud and make it difficult to move forward. അല്ലോ മനസ്സിലായോ? അവിടെ ഒരു താറാവിൻ്റെയും ഒരു എന്തിൻ്റെയായിരുന്നു കോഴിയുടെയും പടം കൊടുത്തിട്ടുണ്ട്. ഇവർ ഓട്ടമത്സരം നടത്തിയപ്പോൾ ആരാ ജയിക്കുന്നതെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. മത്സരത്തിൽ താറാവാണ് ജയിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? താറാവിൻ്റെ പാദങ്ങൾക്ക് പ്രതല പരപ്പളവ് സർഫസ് ഏരിയ കൂടുതലാണ് കേട്ടോ. താറാവിൻ്റെ കാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനാൽ അവിടെ മർദ്ദം പ്രതല പരപ്പളവ് കൂടുമ്പോൾ നിങ്ങൾ ഈ ഒരു വാക്ക് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. പ്രതല പരപ്പളവ് കൂടുകയാണെങ്കിൽ മർദ്ദം കുറയും കേട്ടോ. ഈ ഒരു വാക്കങ്ങ്, കാരണം മിക്കവാറും ഉള്ളതിൻ്റെ എല്ലാം ഈ ഒരു ആൻസറാണ്. സർഫസ് ഏരിയ ഗ്രേറ്റർ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി വിൽ ബി ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താറാവിൻ്റെ കാലിനെ കുറിച്ചാണ്. താറാവിൻ്റെ പാദങ്ങൾക്ക് സർഫസ് ഏരിയ പ്രതല പരപ്പളവ് കൂടുതലാണ്. അതിനാൽ അവിടെ മർദ്ദം കുറയുന്നു. ചെളിയിൽ പുതയാതെ വേഗത്തിൽ മുന്നേറാൻ കഴിയും. പക്ഷെ കോഴിയുടെ പാദങ്ങൾക്ക് പ്രതല പരപ്പളവ് കുറവാണ്. ഇവിടെ അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ എഴുതി വെച്ചത് ഇത് കോഴിയുടെ ഇത് താറാവിൻ്റെയും കാല് കേട്ടോ. അന്ന് പഠിപ്പിച്ചപ്പോൾ കോഴിയുടെ പാദങ്ങൾക്ക് പ്രതല പരപ്പളവ് കുറവാണ്. അതിനാൽ ചെളിയിൽ കൂടുതൽ താഴ്ന്നു പോകുന്നു. മുന്നോട്ട് നീങ്ങാൻ പ്രയാസമാണ് കേട്ടോ. ഇത് താറാവിൻ്റെ ഇത് കോഴിയുടെ. താറാവിൻ്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് താഴത്തില്ല എന്നാ കേട്ടോ. അതൊന്ന് നിങ്ങളൊന്ന് എടുത്ത് നോക്കണേ കേട്ടോ. അടുത്ത നമ്മുടെ അതിനകത്തിൽ ഒരു ബോക്സിലാണ് സ്പോഞ്ചിൽ ഇഷ്ടിക വെക്കുന്നു. ലംബമായി വെക്കുമ്പോൾ പരപ്പളവ് കുറയുന്നു, സ്പോഞ്ച് കൂടുതൽ അന്നേരം താഴുന്നു. തിരച്ചീനമായിട്ടാണ് വെക്കുന്നതെങ്കിൽ പരപ്പളവ് കൂടുതലാണ്, സ്പോഞ്ച് കുറച്ച് മാത്രം താഴുന്നു. ഇനി സ്പോഞ്ചിൽ ഇഷ്ടിക വെക്കുന്നതാണ്. ഇനി കുട്ടി മെത്തയിലിരിക്കുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞു എന്നാലും പറയുക. കുട്ടി മെത്തയിലിരിക്കുന്നതാണെങ്കിൽ നിൽക്കുമ്പോൾ അവിടെ പരപ്പളവ് കുറവും മെത്ത കൂടുതൽ അന്നേരം താഴുന്നു. കിടക്കുമ്പോഴാണെങ്കിൽ പരപ്പളവ് കൂടുതലാണ്, മെത്ത കുറച്ച് മാത്രം അന്നേരം താഴുന്നു. ആണിയുടെ മുകളിൽ ഒരു ബലൂൺ വെക്കുന്നു. ഒരാണി ഉപയോഗിച്ചപ്പോൾ അവിടെ പരപ്പളവ് കുറവാണ്, ബലൂൺ പൊട്ടിപ്പോകുന്നു. ഒരാണിയുടെ മണ്ടയ്ക്ക് കുറേ ആണികൾ വെച്ചിട്ട് ഒരു ആണി ഉപയോഗിക്കുമ്പോൾ ഒരാണിയുടെ മണ്ടയ്ക്ക് ഒരു ബലൂൺ എടുത്ത് വെച്ചാൽ അത് താപ്പോട്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. എന്നാൽ കൂടുതൽ ആണി ഉപയോഗിക്കുമ്പോൾ ആ ബലൂണ് പൊട്ടുന്നില്ല എന്നതാണ് കേട്ടോ. ഒന്ന് ആ ഫസ്റ്റ് പാർട്ട് ഒന്ന് എടുത്ത് കാണണേ നിങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല. നമ്മുടെ ചാനലിൽ ഈ മർദ്ദത്തിൻ്റെ 1ാമത്തെ പാർട്ടിൽ വിശദമായിട്ട് അത് പറയുന്നുണ്ട് കേട്ടോ. ഇനി ത്രസ്റ്റ്, ഞാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ത്രസ്റ്റ് എന്ന് തന്നെ കേട്ടോ. ത്രസ്റ്റ്, THRUST, ത്രസ്റ്റ്, അതായത് വ്യാപക മർദ്ദം. ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കാൾഡ് ത്രസ്റ്റ് കേട്ടോ. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് വ്യാപക മർദ്ദം എന്ന് പറയുന്നത് കേട്ടോ. ത്രസ്റ്റ് ആണ് കേട്ടോ ഞാൻ എഴുതിയത് അല്ലേ. പ്രഷർ ഈസ് ഡിനോട്ട് ബൈ പി. നമ്മൾ മർദ്ദത്തെ പി എന്നും ത്രസ്റ്റിനെ എഫ് എന്നും വ്യാപക മർദ്ദത്തെ എഫ് എന്നും
കേട്ടോ. ത്രസ്റ്റ് എന്നാണ്, ത്രസ്റ്റിൻ്റെ മലയാളമാണ് വ്യാപകമർദ്ദം, പ്രഷറിൻ്റെ മലയാളമാണ് മർദ്ദം കേട്ടോ. പ്രഷറിനെ നമ്മൾ പി എന്നും ത്രസ്റ്റിനെ നമ്മൾ എഫ് എന്നും ഏരിയയെ നമ്മൾ എ എന്നും സൂചിപ്പിച്ചാൽ പി പ്രഷർ കാണുന്ന ഇക്വേഷൻ എന്താവും നിങ്ങൾ എഫ് ബൈ എ ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണേ, എഫ് ബൈ എ ആണ്. അതായത് മർദ്ദം കാണുന്ന ഇക്വേഷൻ എന്താണ്? വ്യാപക മർദ്ദം ബൈ പരപ്പളവ്. എഫ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ത്രസ്റ്റ് ബൈ ഏരിയ, അതായത് വ്യാപക മർദ്ദം ബൈ പരപ്പളവ്. ഇതൊക്കെ നല്ലതുപോലെ അറിയണേ കേട്ടോ. അടുത്ത അഞ്ചാമത്തത്, വാട്ട് വുഡ് ബി ദ യൂണിറ്റ് ഓഫ് പ്രഷർ? മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് പ്രഷർ, യൂണിറ്റ് ഓഫ് ത്രസ്റ്റ്, യൂണിറ്റ് ഓഫ് ഏരിയ കേട്ടോ. പ്രഷർ കാണുന്ന ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. പ്രഷറാണ് ത്രസ്റ്റ് ബൈ ഏരിയ. എന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ കേട്ടോ, ബൈ മീറ്റർ സ്ക്വയർ. മർദ്ദത്തിൻ്റെ യൂണിറ്റ്, വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബൈ പരപ്പളവിൻ്റെ യൂണിറ്റ് എൻ പെർ മീറ്റർ സ്ക്വയർ കേട്ടോ. എൻ പെർ, ഈ വരയ്ക്ക് നമ്മൾ പെർ എന്നാ പറയുന്നത് കേട്ടോ, എൻ പെർ മീറ്റർ സ്ക്വയർ. ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ ആണ്. മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് പാസ്കൽ ആണ്. ഒരു പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ബ്ലേസി പാസ്കലിൻ്റെ ആണ് ഈ പാസ്കൽ എന്ന് പേര് പറഞ്ഞ് നമ്മളതെല്ലാം ഒരുപാട് പറഞ്ഞതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് നോക്കണം. അവിടെ പ്രഷർ കാണുന്ന ഇക്വേഷന് ദ യൂണിറ്റ് ഫോഴ്സ് ദാറ്റ് ആക്ട് ഓൺ ദ പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് ഈസ് കാൾഡ് പ്രഷർ അല്ലേ. പ്രഷർ കാണുന്ന ഇക്വേഷൻ നോക്കും നിങ്ങളെ. പ്രഷർ ആണെങ്കിൽ ഫോഴ്സ് ബൈ, പ്രഷർ കാണാനാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ, ഏരിയ കാണണമെങ്കിലോ ഫോഴ്സ് ബൈ പ്രഷർ. ഇനി എന്താ ഫോഴ്സ് ആണ് കാണണമെങ്കിലോ ഏരിയ ഇൻറ്റു പ്രഷർ. അതായി കൊടുത്തേക്കുന്നത്. ഇത് കാണുമ്പോൾ ചിലവർക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ ഈ പറഞ്ഞത്. പ്രഷർ ആണെങ്കിൽ എന്താവും നിങ്ങളെ? പ്രഷർ കാണണമെങ്കിൽ എഫ് ബൈ, ഈ വരയ്ക്ക് ബൈ അല്ലേ, എഫ് ബൈ എ. ഇനി ഏരിയ ആണെങ്കിലോ എഫ് ബൈ പി. ഇനി ഫോഴ്സ് ആണെങ്കിലോ എ ഇൻറ്റു പി കേട്ടോ. ഈ ഇക്വേഷൻ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ. മനസ്സിലായവർക്ക് അത് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഈ പടം നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. പ്രഷർ കാണുന്നതിനുള്ള എളുപ്പ വഴിയാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് വെയിറ്റിനെ കുറിച്ചാണ്. എന്താ നിങ്ങളെ? വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. വെയിറ്റ് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ആൻ ഒബ്ജക്റ്റ്. വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് എം കെ ജി ഈസ് എഫ് ഫിസിക്കൽ ടു എം ജി. ജി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്, ഡ്യൂ ടു ദ ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ദ ഗ്രാവിറ്റിയുടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കണക്ക് ചെയ്യാൻ തരുമ്പം അതിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഇത് ഓർത്തോണ്ടേ നിങ്ങൾ ഗ്രാവിറ്റിയുടെ കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ദ ഗ്രാവിറ്റി 9.8 എം പെർ സ്ക്വയർ ആണ് കേട്ടോ. മാസ് 9 kg ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് കാണുന്നത് എങ്ങനെയായിരിക്കും? മാസ് 9 kg ആണെങ്കിൽ, അതായത് വെയിറ്റ് കാണുന്ന ഇക്വേഷൻ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. വെയിറ്റ് എന്നാൽ എന്തെന്നാണ് നമ്മൾ പഠിച്ചത്. ഞാൻ ഒരു ഇച്ചിരി സ്പീഡിൽ പോകാൻ നമുക്ക് ബാക്കി എടുക്കുന്നത് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് കാണുന്നവരാണെങ്കിൽ അതിൻ്റെ ആദ്യം ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാവും. നിങ്ങളെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ മാസ് നമുക്ക് ക്വസ്റ്റ്യൻ തരുമോ? 9 കിലോ ആണ്. 9 കിലോ അരി, 9 കിലോ പഞ്ചസാര, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്, മാസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ 9 ഇൻറ്റു 9.8. 9.8 എന്താ? ഗ്രാവിറ്റിയാണ്. എന്താ? മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ് കേട്ടോ. മാസ് ഇൻറ്റു ഗ്രാവിറ്റി കേട്ടോ. അത് എത്രയാണോ കിട്ടുന്നത് അത്രയും ന്യൂട്ടൺ ആണ് കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, മർദ്ദം എങ്ങനെ അളക്കാം എന്നുള്ളതാണ് അതിൻ്റെതാണ്ട് ഒരു നമുക്ക് കണക്കുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. മണലിൻ്റെ എത്രയാണ് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എത്രയാണെന്നും ഒക്കെ നമ്മൾ കണക്ക് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. അതെ, ഒന്ന് എടുത്ത് നോക്കണേ. അപ്പോൾ ഈ 9 എണ്ണമാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിലിട്ടത്. ഇനി 10ാമത്തെ ചോദ്യം, ചിത്രം 3.7 നമ്മൾ നോക്കാനാ പറയാം. 3.7 എന്നാണ്ട് ഈ പടാവും നിങ്ങളെ രണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അവിടെ ഒരു കോൺക്രീറ്റ് കട്ട മണലിൽ ചിത്രത്തിലുള്ളതുപോലെ 3 വ്യത്യസ്ത രീതിയിൽ വെച്ചിരിക്കുന്നു. നോക്കണേ നിങ്ങളെ, നല്ലപോലെ നോക്കണേ. മണലിൽ എന്ത് ചെയ്തു? ഒരു കോൺക്രീറ്റിൻ്റെ കട്ടയുണ്ടല്ലോ, നമ്മളിപ്പോൾ വീട് പണിക്കൊക്കെ കോൺക്രീറ്റിൻ്റെ കട്ട, ആ കട്ട മണലിൽ ചിത്രത്തിലുള്ളതുപോലെ 3 വ്യത്യസ്ത രീതിയിൽ വെച്ച് നോക്കിയേ. ഒന്നിനെ അതങ്ങ് കിടത്തിയേക്കും അവിടെ അല്ലേ. നോക്കിയേ, ഇതോ ചരിച്ച് എന്താ വെച്ചിരിക്കുക. നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ. വലിപ്പമുള്ള ഭാഗം നോക്കിയേ താഴെ ചരിച്ച് വെച്ചിരിക്കുക. ഇത് നോക്കിയേ കുത്തി നിർത്തിയേക്കുക. 3 എണ്ണത്തിൻ്റെയും വ്യത്യസ്തം നിങ്ങൾ നോക്കിയേ. 3 എണ്ണം എങ്ങനെയാണ് വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. 3 എണ്ണവും വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ തൊട്ട് നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അത് ഇതിനകത്തിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ നിങ്ങളെ. ഒരു കോൺക്രീറ്റ് കട്ട മണലിൽ ചിത്രീകരിക്കുന്നത് പോലെ 3 വ്യത്യസ്ത രീതിയിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ ഈ കാണുമ്പോഴേ സൂം ചെയ്തെടുക്കണം കേട്ടോ. ഞാനാണെങ്കിൽ സൂം ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമല്ലോ, അന്നേരം ഇതിൻ്റെ സൈഡൊക്കെ ചിലപ്പോൾ കട്ടായി പോവും കേട്ടോ. അതുകൊണ്ട് എന്താ ഞാൻ
സൂമിൽ ആക്കാൻ നിങ്ങളത് സൂമിലാക്കി വേണേ കുഞ്ഞുങ്ങളെ നോക്കാൻ. നോക്കിയേ, ഇൻ വിച്ച് പൊസിഷൻസ് വിൽ ബി ഹയസ്റ്റ് പ്രഷർ ബി എക്സേർട്ടഡ് ഓൺ ദ സാൻഡ്. ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുക? നമ്മളോട് ചോദിച്ചാണ്ട് ഈ പടം കണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇപ്പുറത്തെ പേജിൽ ഒന്നാമത്തെ ചോദ്യമാണത്. ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുക? ഇംഗ്ലീഷിലെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. ഇൻ വിച്ച് പൊസിഷൻസ് വിൽ ബി ഹയസ്റ്റ് പ്രഷർ ബി എക്സേർട്ടഡ് ഓൺ ദ സാൻഡ്. ഏത് രീതിയിൽ വെക്കുമ്പോഴാണ്? തേർഡ് പൊസിഷനിൽ വെക്കുമ്പോഴാണ്. നോക്കിക്കേ, ഇതിനെ കുത്തി നിർത്തിയേക്കുക. അതാണ് കേട്ടോ തേർഡ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ അടിഭാഗം ചെറുതാണ് അല്ലേ, അടിഭാഗം ചെറുതും നോക്കിക്കേ മേപ്പോട്ട് വലുതും. അപ്പോൾ നോക്കിയേ, ഇത് കുത്തി നിർത്തിയേക്കുന്നത് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലയോ? കാണുന്നുണ്ടല്ലോ. അപ്പോൾ തേർഡ് ഭാഗമാണ് മൂന്നാമത്തെ രീതിയിൽ. കാരണം എന്താണെന്നറിയോ, പ്രതല പരപ്പളവ് കുറവാണ്. അതിൻ്റെ സർഫസ് ഏരിയ നോക്കൂ കുഞ്ഞുങ്ങളെ. പ്രതല പരപ്പളവ് എന്ന് വെച്ചാൽ അതിൻ്റെ സർഫസ് ഏരിയ അവിടെ കുറവാണ് അല്ലേ. നോക്കിയേ, അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമല്ലേ താഴെ വെച്ചിരിക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ അല്ലെങ്കിൽ പ്രതല പരപ്പളവ് അവിടെ കുറവാണ്. ചുടുകട്ടയുടെ ഭാരം മുഴുവൻ ഈ പ്രതല പരപ്പളവിൽ അനുഭവപ്പെടും. ഇതിൽ എത്ര ഭാരമുണ്ടോ അത്രയും ഭാരവും അത്രയും സ്ഥലത്തായിട്ട് പതിക്കുന്നുണ്ട് കേട്ടോ. അതാണ് മൂന്നാമത്തെ രീതിയിൽ. കാരണം പ്രതല പരപ്പളവ് കുറവാണ്, ആ ചുടുകട്ടയുടെ ഭാരം മുഴുവന് ഈ പ്രതല പരപ്പളവിൽ അനുഭവപ്പെടുന്നു എന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി രണ്ടാമത്തത്, ഇൻ വിച്ച് പൊസിഷൻസ് വിൽ കോസ് ദ കോൺക്രീറ്റ് ബ്ലോക്ക് ടു സിങ്ക് ഡീപ്പർ ഇൻ ടു ദ സാൻഡ്. വൈ? ഏത് രീതിയിൽ വെക്കുമ്പോഴായിരിക്കും ഈ കോൺക്രീറ്റ് കട്ട മണലിലേക്ക് കൂടുതൽ താഴുന്നത്? ഇവിടെ നോക്കിക്കേ, ഏത് രീതിയിൽ വെക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങളെ? ഇതിനേതാണ്ട് ഇത്രയും നീളത്തിൽ കിടത്തുമ്പോഴാണോ, നോക്കിയേ ചരിച്ച് വെക്കുമ്പോഴാണോ, അതിനെ കുത്തനെ നിർത്തുമ്പോഴാണോ ഇത് കൂടുതൽ താഴുന്നത്? ഇതല്ലേ കുഞ്ഞുങ്ങളെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും വെയിറ്റ് ആക്കി ഒരേ ഭാഗത്തോട്ട് അത്രയും വെയിറ്റും കൂടെ വരിക. ഇത് നോക്കിയേ, നീളത്തിൽ ഇത്രയും ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ എന്താ ഇവിടെ കിടത്തിയേക്കുക അല്ലേ. ഇവിടെ നോക്കിയേ കുത്തനെ, അപ്പം ഇത്രയും വെയിറ്റും കൂടെ ആ ഈ കുഞ്ഞു സ്ഥലത്ത് അത്രയും സ്ഥലത്താണ് വരുന്നത്. അപ്പം എന്താ അവിടെ അതിൻ്റെ തേർഡ് പൊസിഷൻസ് വിൽ ബി കോൺക്രീറ്റ് ബ്ലോക്ക് സിങ്ക് ഡീപ്പർ ഇൻ ടു ദ സാൻഡ് അല്ലേ. മൂന്നാമത്തെ രീതിയിലാണ്. കാരണം മർദ്ദം മറ്റുള്ളവയെ അപേക്ഷിച്ച് അവിടാണ് കൂടുതൽ, അത്രയും വെയിറ്റും കൂടെ ആ കൊച്ചു സ്ഥലത്തായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? വേണ്ട, ഇത് കണ്ടോ, ഇത് ആ വലിയ കട്ട എന്താണ്, ഇത്രയും അതിൻ്റെ സർഫസ് ഏരിയ നോക്കി ചെറുതാണ്, ഇച്ചിരിയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാരവും അത്രയും സ്ഥലത്താണ് വരുന്നത്. ഈ കട്ടയ്ക്ക് എത്ര ഭാരമുണ്ടോ അത് മൊത്തം എന്താണ് ആ സർഫസ് എന്നൊക്കെ എൻ്റെ ചെവിട്ടിലെ അത്രയും ഭാഗത്താണ് വരുന്നത്. മനസ്സിലാക്കണം കേട്ടോ. അതാണ് ഇൻ ദ തേർഡ് പൊസിഷൻസ് വിൽ ബി കോൺക്രീറ്റ് ബ്ലോക്ക് സിങ്ക് ഡീപ്പർ ഇൻ ടു ദ സാൻഡ് കേട്ടോ. ബിക്കോസ് ഇൻ ദീസ് പൊസിഷൻസ് ദ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് ലെസ്, സോ ദ പ്രഷർ വിൽ ബി ഗ്രേറ്റർ ദാൻ ആൾ അതേഴ്സ്. അതായത് മൂന്നാമത്തെ രീതി. കാരണം അതിൻ്റെ പ്രതല പരപ്പളവ് അവിടെ എന്താ, പ്രതലത്തിൻ്റെ പരപ്പളവ് അവിടെ എന്താ കുറവാണ്. ചുടുകട്ടയുടെ ഭാരം മുഴുവൻ എന്താ ആ പ്രതല പരപ്പളവിലാണ് അനുഭവപ്പെടുന്നത്. മൂന്നാമത്തെ രീതി. കാരണം എന്താ, മർദ്ദം മറ്റുള്ളവയെ അപേക്ഷിച്ച് അവിടെ കൂടുതലാണ് കേട്ടോ. ഈ ഒന്നും രണ്ടും എന്താ ഒരേ ഇത് തന്നെ തേർഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ കട്ട മാറ്റിയിട്ട് വേറെ എന്ത് തന്നാലും നിങ്ങൾ നോക്കണം, അതിൻ്റെ സർഫസ് ഏരിയ നോക്കിയാൽ മതി കേട്ടോ. ഇത് നോക്കിയാൽ ഇത്രയും വലുതാണ്, ഇത് അതിലും ചെറുത്, ഇത് ഏറ്റവും ചെറുത്. അപ്പോൾ സർഫസ് ഏരിയ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതാണ് അവിടെ മർദ്ദം കൂടുതൽ കേട്ടോ. മർദ്ദം മറ്റുള്ളവയെ അപേക്ഷിച്ച് അവിടെ കൂടുതലായിരിക്കുമെന്ന്. 10ാമത്തെ ചോദ്യം. അടുത്ത 11ാമത്തെ ചോദ്യം നോക്കിയേ. അതിൻ്റെ തൊട്ട് താഴെ എന്താണ്, വ്യാപകമർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങൾ മർദ്ദം പ്രതല പരപ്പളവിൻ്റെ വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അടുത്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. When thrust remains constant, the pressure is inversely proportional to the surface area. This means when the surface area increases, the pressure decreases, and when surface area decreases, the pressure increases. എന്തുവാണ് ഇല്ലയോ? ഞാൻ ഇരുന്ന് സസസാന്ന് അടിച്ചു വല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ത്രസ്റ്റ് എന്ന് വെച്ചാൽ വ്യാപക മർദ്ദമാവും ഞങ്ങളെ. അത് കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിരിക്കുന്ന സന്ദർഭത്തിൽ. ത്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, വ്യാപക മർദ്ദം. ഇത് കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്താ, അതിൻ്റെ പ്രഷർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ. മർദ്ദം പ്രതല പരപ്പളവിന് ഇൻവേഴ്സലി എന്ന് വെച്ചാൽ വിപരീത അനുപാതത്തിലായിരിക്കും
എന്താ കുഞ്ഞുങ്ങളെ, ത്രസ്റ്റ് അതായത് വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രതല പരപ്പളവ് കൂടുമ്പോൾ, നോക്കണേ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ആ താറാവിൻ്റെ കാലിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലായോ? പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യുന്നു. ഡയറക്ട്ലി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ നോക്കൂ കുഞ്ഞുങ്ങളെ, സർഫസ് ഏരിയ ആണ് ഇത് കേട്ടോ. സർഫസ് ഏരിയ ഇൻക്രീസ് ആവുമ്പോൾ മർദ്ദം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുന്നു അല്ലേ? സർഫസ് ഏരിയ ഡിക്രീസ് ആവുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആവുന്നു. നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? സർഫസ് ഏരിയ ഡിക്രീസ് ആകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആവുന്നു. പ്രഷർ ഇൻക്രീസ് ആവുമ്പോൾ സർഫസ് ഏരിയ ഡിക്രീസ് ആവും. നേരെ തല തിരിച്ച് അങ്ങ് പറഞ്ഞാൽ മതി ഇല്ലയോ? നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓൾറെഡി തല തിരിയുമായിരിക്കും ഇല്ലയോ? നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇത് എല്ലാ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസർ ഇതായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിനകത്തിൽ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് എക്സ്പ്ലെയിൻ ദ റീസൺ. നിങ്ങളുടെ ഇംഗ്ലീഷ്, ഞാൻ മലയാളം പറഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും കൂടെ ആണേ കുഞ്ഞുങ്ങളെ പറയുന്നുണ്ട്. പലകയിട്ടാൽ വണ്ടി ചെളിയിൽ താഴ്ന്നു പോകില്ല എന്ന് ഡ്രൈവർ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ ഒരു വണ്ടി വരുന്നതും ആ കുട്ടി അവിടെ നിന്ന് ഒരു പലക എടുത്തിട്ട് വണ്ടി താഴുന്നൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതാവും നിങ്ങൾ എക്സ്പ്ലെയിൻ ദ റീസൺസ് വൈ ദ ഡ്രൈവർ കമൻറ്റഡ് അസ് ദ ലോറി വുഡ് നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ മഡ് ഇഫ് എ വുഡൻ പ്ലാങ്ക് ഈഫ് പ്ലേസ്ഡ്. പലകയിട്ടാൽ വണ്ടി ചെളിയിൽ താഴ്ന്നു പോകില്ലെന്ന് ഡ്രൈവർ പറയാൻ കാരണം എന്താണ്? നോക്കിയേ, ചോദ്യം കണ്ടോണേ കുഞ്ഞുങ്ങളെ. വെൻ ദ വുഡൻ പ്ലാങ്ക് ഈസ് പ്ലേസ്ഡ് ദ സർഫസ് ഏരിയ ഇൻക്രീസസ്. ആസ് എ റിസൾട്ട് ദ പ്രഷർ ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ ലോറി ഡിക്രീസസ്. പലകയിടുമ്പോൾ പ്രതല പരപ്പളവ് കൂടുന്നു കേട്ടോ. പലകയിടുമ്പോൾ പ്രതല പരപ്പളവ് കൂടുന്നു. വണ്ടിയുടെ ഭാരം കൂടുതൽ പ്രതല പരപ്പളവിൽ അനുഭവപ്പെടുന്നതിനാൽ മർദ്ദം അവിടെ കുറയുന്നു. അതിനാൽ വണ്ടി കൂടുതൽ ചെളിയിൽ താഴ്ന്നു പോകില്ല എന്നാണ് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതുപോലെ തന്നെ എഴുതിയെടുത്ത് പഠിക്കണേ കേട്ടോ. 12 13 ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ടെസ്റ്റ് ഞാൻ വായിച്ചെന്ന് വെച്ചാൽ ആ ചോദ്യം തന്നെ ഇത് നോക്കിയേ. ട്രൈ ടു ലിഫ്റ്റ് യുവർ സ്കൂൾ ബാഗ് ബൈ ടൈയിങ് ഇറ്റ് വിത്ത് എ തിന്നായിട്ടുള്ള ഒരു ടോയിന് അല്ലേ? ഹൗ ഡു യു ഫീൽ? വാട്ട് ഇഫ് യു ലിഫ്റ്റ് ഇറ്റ് യൂസിങ് എ വൈഡ് സ്ട്രാപ്പ്? എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബൈ ദ റിലേറ്റിംഗ് ഇറ്റ്സ് ഏരിയ ടു പ്രഷർ. നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ഒരു സ്കൂൾ ബാഗ് നേർത്ത ചരടിൽ നമ്മൾ കെട്ടി ഉയർത്താൻ ശ്രമിക്കുക. നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗില്ലേ, അതൊരു കുഞ്ഞു ചരടിൽ നമ്മൾ മേപ്പോട്ട് കെട്ടി ഉയർത്താൻ ശ്രമിക്കുക. ഈ ചരടിന് പകരം നമ്മൾ വീതി കൂടിയ ഒരു നാട ഉപയോഗിച്ച് ഉയർത്തുക. അന്നേരം നമുക്ക് അനുഭവപ്പെട്ട വ്യത്യാസത്തിൻ്റെ കാരണം പരപ്പളവും മർദ്ദവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വിശദീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താ നിങ്ങൾ ഇവിടെ ഈ ദ സർഫസ് ഏരിയ ഓഫ് എ തിൻ ടോയിൻ ഈസ് ലെസ്, so the pressure exerted on it will be greater, so it will be difficult to carry the bag അല്ലേ? when the flat wide strap is used, the surface area is greater and the pressure will be less, it will be the comfortable to carry the bag. വീതി കൂടിയ നാട ഉപയോഗിക്കുമ്പോൾ നാടയുടെ പ്രതല പരപ്പളവ് അങ്ങ് കൂടുന്നു അല്ലേ? നമ്മുടെ സ്കൂൾ ബാഗൊക്കെ കുഞ്ഞൊരു നൂലയിലാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നെങ്കിലോ അതും കൈ തൂക്കിയിട്ടാൽ പോകുന്നെങ്കിൽ നമ്മുടെ കൈ വേദനിക്കും. തന്നെയല്ല അതെന്താ വള്ളിയും പൊട്ടിപ്പോവും, ബാഗും താഴെ പോകും. അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതേപോലെ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ബാഗ് തോളിലിട്ടുകൊണ്ട് പോകുന്ന വീതിയുള്ളതല്ലേ കുഞ്ഞുങ്ങളെ? അത് ഓർത്താൽ മതി അല്ലേ? ബാഗിൻ്റെ ഭാരം കൂടുതൽ നമ്മുടെ പ്രതല പരപ്പളവിൽ അനുഭവപ്പെടുന്നു, തന്മൂലം അവിടെ മർദ്ദവും കുറയുന്നു എന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? അത് ബാഗിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എഴുതിയെടുക്കണേ. അടുത്ത ദ എഡ്ജ് ഓഫ് എ നൈഫ്. ഇനി അത് ഇതൊക്കെയാണ് നമ്മൾ ബാഗിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ആപ്പിള് ഒരു കത്തി വെച്ച് മുറിക്കുന്നു. ബുൾഡോസർ അല്ലേ? ബുൾഡോസറാണോ എന്ന് നോക്കട്ടെ പടത്തിൽ. ബുൾഡോസറാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്. പിന്നെ ആണി ഫുള്ളൊരു മേശപ്പുറത്ത് അടിച്ചിട്ട് ഒരു പയ്യൻസ് അവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നോക്കൂ നിങ്ങളെ, ദ എഡ്ജ് ഓഫ് എ നൈഫ് ഈസ് മെയ്ഡ് തിന്നർ. കത്തിയുടെ വായ്ത്തല കനം അത് തന്നെ, കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നതിന് കാരണം എന്താണ്? കത്തി, നമ്മളെ ഇരുമ്പൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, ഈ ഇരുമ്പ് എന്താ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ അരിയാൻ ഉപയോഗിക്കുന്നത് കത്തിയെന്നോ ഇരുമ്പെന്നോ ഒക്കെ പറയല്ലേ, നൈഫ് അല്ലേ? അതിൻ്റെ നമ്മൾ എടുക്കുന്ന ഭാഗം, അതിനാണ് ഈ വായ്ത്തല എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് കനം കുറച്ചല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ അരിയുമ്പം അത് ചീളായിട്ട് വീഴുന്നത് അല്ലേ? ദ തിന്നർ എഡ്ജ് ഹാസ് ലെസ് സർഫസ് ഏരിയ, സോ ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ നൈഫ് വിൽ അപ്ലൈ മോർ പ്രഷർ ഓൺ ദ എഡ്ജ് അല്ലേ? ഇറ്റ് മേക്ക് ദ നൈഫ് മോർ
ഷാർപ്പ്. വായ്ത്തലയുടെ പ്രതല വിസ്തീർണം കുറഞ്ഞിരിക്കുന്നതിനാൽ ചെറിയ ബലം നമ്മൾ പ്രയോഗിക്കുമ്പോൾ പോലും വായ്ത്തലയിൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഈ വായ്ത്തലയിൽ പെട്ടെന്ന് അത് വസ്തുക്കളിൽ ആഴ്ന്നിറങ്ങാൻ ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. കത്തിയുടെ വായ്ഭാഗം കനം കുറച്ച് നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിൻ്റെ ആൻസറാണിത് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ. 15ാമത്തെ, ദ വീൽ ഓഫ് ബുൾഡോസർ ആർ കണക്റ്റഡ് ബൈ വൈഡ് ചെയിൻ. ഇവിടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബുൾഡോസറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വീല് നോക്കിയോ കുഞ്ഞുങ്ങളെ, വലിയ ചെയിനിനകത്തിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? വെൻ വൈഡ് ചെയിൻസ് ആർ യൂസ്ഡ് ദ സർഫസ് ഏരിയ ഇൻക്രീസസ്. ഇറ്റ് റെഡ്യൂസ് ദ പ്രഷർ ഡ്യൂ ടു ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ഓഫ് ബുൾഡോസർ. ദീസ് ഹെൽപ്പ് ടു മൂവ് ത്രൂ ദ സോയിൽ വിത്തൗട്ട് സിങ്കിങ്. എന്താ കുഞ്ഞുങ്ങളെ, ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുമ്പോഴേ അതിൻ്റെ പ്രതല വിസ്തീർണം വർദ്ധിക്കുന്നു. ചങ്ങല കൊണ്ടായതുകൊണ്ട് എന്താണ് നോക്കിയേ, അതിൻ്റെ അത്രയും ഇടത്തെ ആ പ്രതല വിസ്തീർണം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. തന്മൂലം മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഭാരം മൂലമുള്ള മർദ്ദം കുറയ്ക്കാൻ കഴിയുന്നു. തന്മൂലം ഇവ മണ്ണിൽ പുതഞ്ഞു പോകാതെ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത, വൺ ക്യാൻ ലൈ ഓൺ എ ബെഡ് ഓഫ് നെയിൽസ്. ആണി കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ കിടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആണി കൊണ്ടുണ്ടാക്കിയതാണ്. ഇവിടെ ഒരു ചെറുക്കൻ നണ്ട ഫുള്ള് ആണി അടിച്ചിട്ട് അവന് കട്ടിലേക്ക് കിടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവൻ്റെ നണ്ട ആ ആണിയുടെ പുറത്ത് പോയി കിടക്കുന്നു. പഠിക്കുക കേട്ടോ, കൊച്ചു പഠിക്കുക. ആണിയുടെ മണ്ടേ കയറി കിടന്ന് പഠിക്കുക. നോക്കിക്കേ, അത് വെൻ എ ലാർജ് നമ്പർ ഓഫ് നെയിൽസ് ആർ പ്ലേസ്ഡ് ടുഗദർ ടു ദ ടോട്ടൽ സർഫസ് ഏരിയ ഇൻക്രീസസ്. കൂടുതൽ ആണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ അഗ്രങ്ങളുടെ പ്രതല വിസ്തീർണവും വർദ്ധിക്കുന്നു. നമ്മൾ ഒരാണിയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കയറി നിൽക്കുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ഒരാണിയുടെ മണ്ടയ്ക്ക് കിടന്നോ ഒന്ന് ആലോചിക്കുക. ഒരു ബലൂൺ, നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞതല്ലേ, ഒരാണിയുടെ മണ്ടയ്ക്ക് ഒരു ബലൂൺ കൊണ്ടുവച്ചാൽ എന്താ, അത് അന്നേരെ പൊട്ടിപ്പോകും അല്ലേ. നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോഴേ അത് പൊട്ടിപ്പോകും. എന്നാൽ ഒരുപാട് ആണികളുടെ മണ്ടയ്ക്കാണ് ഒരു ബലൂൺ വെക്കുന്നതെങ്കിൽ അത് പൊട്ടത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വെൻ എ ലാർജ് നമ്പർ ഓഫ് നെയിൽസ് ആർ പ്ലേസ്ഡ് ടുഗദർ ദ ടോട്ടൽ സർഫസ് ഏരിയ ഇൻക്രീസ് ആവുന്നു. സോ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് എക്സർട്ടഡ് ഓൺ ആൾ ദ നെയിൽസ്. സോ ദ പ്രഷർ ഡിക്രീസസ്. സോ നോ നെയിൽസ് പിയേഴ്സ് ഇൻ ടു ദ ബോഡി. അതായത് കൂടുതൽ ആണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ അഗ്രങ്ങളുടെ പ്രതല വിസ്തീർണം വർദ്ധിക്കുന്നു. ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഈ പ്രതല വിസ്തീർണത്തിലും അനുഭവപ്പെടുന്നതിനാൽ അവിടെ മർദ്ദം കുറയുന്നു. അതിനാൽ ആണി ശരീരത്തിൽ ആഴ്ന്ന് ഇറങ്ങുന്നില്ല. നമ്മൾ ഈ പഠിച്ചതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങളെ? ഈ ഒരു ക്ലൂ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചാൽ എന്തോന്നറിയോ, നമ്മൾ അതിൻ്റെ സർഫസ് ഏരിയ എപ്പോഴാണോ കൂടുന്നത് അപ്പോൾ എന്താണ്, പ്രഷർ കുറയുന്നു. സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കൂടുതലാണെങ്കിൽ സർഫസ് ഏരിയ കുറയുന്നു. നേരെ തിരിച്ച് മറിച്ചും അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോഴാണ് ഈ ഒന്നും സംഭവിക്കാതെ. ഇപ്പോൾ ആൻറ്റിയുടെ മണ്ടയ്ക്ക് ആ പയ്യൻ കിടക്കാത്തതിന് കാരണം എന്താണ്, സർഫസ് ഏരിയ അവിടെ കുറയുകയാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. ഇനി പ്രഷർ കൂടുതലാണെങ്കിൽ സർഫസ് ഏരിയ കുറവുമായിരിക്കും. ആ ഒരു ഞാൻ ആദ്യം മുതലേ പറഞ്ഞില്ല, ആ ഒരു വരിയിലാണ് നമ്മുടെ മിക്കവാറുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഉള്ളത് അല്ലേ. ഇപ്പോൾ 16 ക്വസ്റ്റ്യൻ ആൻസർ ആയി കുഞ്ഞുങ്ങളെ. 17ാമത്തെ നോക്കിയേ, എന്താണ് ലിക്വിഡ് പ്രഷർ അല്ലെ ദ്രാവക മർദ്ദം എന്നാൽ എന്താണ്? ദ പെർപെൻഡിക്കുലർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് ഈസ് കാൾഡ് ത്രസ്റ്റ് കേട്ടോ. ത്രസ്റ്റ് നമ്മുടെ ടെസ്റ്റിനകത്തിൽ പിന്നെ പറയുന്നത് ദ്രാവക മർദ്ദം. ഓക്കെ, ലിക്വിഡ് പ്രഷർ എന്താ? ദ പെർപെൻഡിക്കുലർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് ഈസ് കാൾഡ് ത്രസ്റ്റ്. ദ ത്രസ്റ്റ് എന്ന് തന്നെ ഞാൻ പറഞ്ഞത് കേട്ടോ. ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് ലിക്വിഡ് പ്രഷർ. ഒരു ദ്രാവകം ലംബമായി, പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ വ്യാപക മർദ്ദം. നമ്മളത് പഠിച്ചതാണ് അല്ലേ. ഈ ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. ഈ വ്യാപക മർദ്ദം നമ്മൾ ആദ്യമേ പഠിച്ചതാണ് അല്ലേ. അത് ആ ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം, ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 17ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൽ കുറേ കാര്യം നോക്കൂ കുഞ്ഞുങ്ങളിവിടെ. ഒരു പോളിത്തീൻ കവർ നമ്മുടെ കയ്യിൽ ഒരു കവർ കെട്ടിയിട്ട് ചിത്രത്തിലേതുപോലെ കയ്യിൽ മുക്കി കെട്ടുക. എന്നാണ്ട് ഇവിടെ ഒരു കവർ കെട്ടിയിട്ട് വെള്ളത്തിലോട്ട് താണ്ട് ഇങ്ങനെ മുക്കുക കണ്ടോ. കൈ ഒരു ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തുക. കവർ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്.
കവറ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലേ? ഇവിടെ പോളിത്തീൻ കവറിനെ അമർത്തിയത് ജലം പ്രയോഗിച്ച മർദ്ദനമല്ലേ എന്നും ചോദിച്ചിട്ടുണ്ട്. ഖരവസ്തുക്കളെ പോലെ ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ? ദ്രാവകങ്ങൾക്ക് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്നാ പറയുന്നത്. ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തിലേക്കും ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ എന്താണ് ദ്രാവകമർദ്ദം? നമ്മളിപ്പോൾ പറഞ്ഞു. ദ്രാവകമർദ്ദം എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രവർത്തനം നോക്കുക. ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ താഴെ ഒരു സുഷിരം ഉണ്ടാക്കും. അതിനൊക്കെ നമ്മളൊക്കെ എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി അല്ലേ. ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക കുഞ്ഞുങ്ങളെ. അതിൻ്റെ എന്നിട്ട് ഒരു താഴെയാണ്ട് ഇതുപോലെ ഒരു കിഴുത്ത കൊടുക്കുക കേട്ടോ. ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു സുഷിരം ഉണ്ടാക്കുക. ഈ സുഷിരം അടച്ചു പിടിച്ച് കുപ്പിയിൽ ജലം നിറയ്ക്കുക. ഫുള്ളെടുക്കുക, കിഴുത്തയിടുക, വെള്ളം നിറയ്ക്കുക. സുഷിരം തുറന്നു വിട്ട് പുറത്തേക്ക് ചീറ്റുന്ന ജലപ്രവാഹം നിരീക്ഷിക്കുക. വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള കുപ്പികൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പുറത്തേക്ക് ചീറ്റുന്ന ജലപ്രവാഹത്തിൻ്റെ ശക്തി കൂടുതലെങ്കിൽ മർദ്ദവും കൂടുതലായിരിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജലനിരപ്പ് താഴുമ്പോൾ ജലപ്രവാഹത്തിന് എന്ത് മാറ്റമുണ്ടാകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. പുറത്തേക്ക് ചീറ്റുന്ന ജലപ്രവാഹത്തിൻ്റെ ശക്തി കൂടുതലായാൽ എന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ മർദ്ദവും കൂടുതലാണ് എന്നാണ്. മർദ്ദം കൂടുതലാകുമ്പോഴാണ് വെള്ളത്തിൻ്റെ ജലപ്രവാഹത്തിൻ്റെ ശക്തിയും കൂടുന്നത് കേട്ടോ. ഇൻ ദ ഫോഴ്സ് ഓഫ് വാട്ടർ ജെറ്റിംഗ് ഔട്ട് ഈസ് ഗ്രേറ്റർ വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് പ്രഷർ ഈസ് ഗ്രേറ്റർ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ്. അവിടെ മർദ്ദം കൂടുതലാണ്. അടുത്ത ചോദ്യം. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ സ്ട്രീം വെൻ ദ വാട്ടർ ലെവൽ ഡിക്രീസസ്? ജലനിരപ്പ് താഴുമ്പോൾ ജലപ്രവാഹത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ജലം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പോയി അതിങ്ങനെ താഴുമ്പോൾ ഈ ജലപ്രവാഹത്തിന് എന്ത് മാറ്റമാകും ഞങ്ങളെ ഉണ്ടാകുന്നത്? ജലപ്രവാഹത്തിൻ്റെ ശക്തിയും കുറയുന്നു അല്ലേ. നല്ല വെള്ളമുണ്ട്, നല്ലതുപോലെ നമ്മൾ കിഴുത്തയിടുന്നതെങ്കിൽ നല്ല ഫോഴ്സിൽ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇനി ആ വെള്ളം കുറഞ്ഞു വരികയാണെങ്കിലോ വെള്ളത്തിൻ്റെ ശക്തിയും കുറഞ്ഞു വരും അല്ലേ. കാരണം അവിടെ മർദ്ദം കുറയുന്നു എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചുകൊണ്ട് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. ഇനി അതിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസസ് ആസ് ദ ഡെപ്ത് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ്. ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു. ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു. ആ ഒരു വരി ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് എൻ്റെ കുപ്പിയുടെ ഇവിടെ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പാർട്ട് 3-ലിടാം. മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ചെയ്തിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ. അതൊന്ന് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ എല്ലാ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾക്ക് ദൃഢമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ. നോട്ടിലെല്ലാം എഴുതിയിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.